ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്വാതി. ഇതെൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പം ഞാനുള്ളത് ശ്രുതിയുടെ വീട്ടിലാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നൈറ്റ് നിൽക്കുന്നത്. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരിക്കുന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ മെഡിറ്റേഷനിലൂടെ ദിവസം തുടങ്ങുകയാണ്. നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യുക, എല്ലാവരോടൊന്ന് ചിരിക്കുക, ഇതൊക്കെയാണല്ലോ പരിപാടി. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിക്ക് വെയിൽ വന്നിട്ടുണ്ട്. അവിടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ തന്നെ നല്ല രസമാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ആൾ നോക്കിയിട്ടോ. ആൾക്ക് തന്നെ ഒരു ദിവസം കണ്ടതാണെങ്കിലും നല്ല പരിചയമുണ്ട്. സാധാരണ കുരക്കലാണ് പതിവ്, പക്ഷേ ഇന്ന് എന്നെ കണ്ടപ്പോൾ നല്ല രീതിക്ക് എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായി. പിന്നെ ഇവിടുത്തെ നെക്സ്റ്റ് മെമ്പറാണ് ഇത്. ആള് നല്ല ഫുഡ് അടിയിലായിരുന്നു. ഞാൻ കാണുമ്പം ഒട്ടും മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഇവിടെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള 2 ആൾക്കാരാണ് ഇവർ കേട്ടോ. അങ്ങനെ ഇവരൊക്കെ കണ്ടു വന്നപ്പോഴത്തേനും നിയമോളെ എണീറ്റിട്ടുണ്ടായിരുന്നു. നിയമോളെ എടുത്തുകൊണ്ട് എല്ലാവരും എടുത്തും വന്ന് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കിച്ചണിലാണ്. കിച്ചണിൽ അമ്മ നല്ല തകൃതിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. പുട്ടും കടലക്കറിയായിരുന്നു ഞങ്ങൾക്കിന്ന് സ്പെഷ്യല്. അങ്ങനെ അമ്മ കുറച്ച് മടിച്ച് നിൽക്കാണ് കേട്ടോ, മൈൻഡ് ചെയ്യണില്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അത് കഴിഞ്ഞൊരു നല്ല കുളി കഴിഞ്ഞ് എത്തിയപ്പോഴത്തേനും ഇത് കണ്ടോ, ലിയാമിനെ കണ്ടോ? സത്യത്തിൽ ഞാൻ ലിയാമിൻ്റെ അടിയിൽ നിയമമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ സത്യത്തിൽ കണ്ടില്ല. അങ്ങനെ 2 പേരും നല്ല കളിയിലാണ്. ഇത് ലിയാമിന് ഇന്നലെ പൂരത്തിന് പോയപ്പോൾ വാങ്ങിയതാട്ടോ. റെഡി? യെസ്. ചേട്ടാ കാറ് തരുമോ, ചേട്ടാ കാറ് തരുമോ, അങ്ങനെ ചോദിക്കും. അങ്ങനെ രാവിലത്തെ സമയം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇപ്പോഴും മയിൽ വരാറുണ്ടെന്ന്. ഞാൻ മയിലിനെ കാണാനായിട്ട് ഒരുപാട് ആ വെയിലത്ത് ചെന്ന് നിന്നു, പക്ഷെ കണ്ടില്ല. ഇത് സ്പെഷ്യൽ കൂർക്കക്കറി പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ് അമ്മമാർ 2 പേരും. കൂടെ ഞാനും ശ്രുതിയും കൂടിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലില്ലാന്നേ ഉള്ളൂ. അടുത്തത് ഇതാണ് അഭിരാമ കുവൈറ്റിൽ യുദ്ധം പ്രമാണിച്ച് പെട്ടുകിടക്കായിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പം അങ്ങ് കയറി പോരാൻ പറ്റി. അല്ല മക്കളെ, പൂരത്തിന് വന്നിട്ട് പൂരത്തിൻ്റെ വീഡിയോ മാത്രമേ ഇല്ലല്ലോ എന്ന് ആരും വിചാരിക്കണ്ടായിരുന്നു. രാത്രിയായപ്പോൾ പൂരത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിപ്പോൾ തെയ്യത്തിൻ്റെ വേഷം കിട്ടിയിട്ടുള്ള ഈ ഒരു രൂപമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊന്നും പൂരത്തിന് ഇങ്ങനെ തെയ്യത്തിന് അത്ര പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് തെയ്യത്തിൻ്റെ വേഷം കിട്ടിയിട്ടുള്ള ഒരു രൂപമൊക്കെ കാണുന്നത്. ഇതും നല്ല രസമായിരുന്നു, നല്ല കൂളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം രാത്രി പൂരമൊക്കെ കണ്ട് തിരിച്ചെത്തി. അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞു. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും താങ്ക് യു.